വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു നാടൻ കൊഞ്ച് ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു കൊഞ്ച് ചമ്മന്തി മതിയായിരിക്കും വയറ് നിറച്ച് നമുക്ക് ചോറുണ്ണാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ കൊഞ്ച് നമുക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 1.5 കപ്പ് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം തന്നെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ആവശ്യമില്ല. ഞാൻ ഈ കൊഞ്ച് നല്ലപോലെ ചൂടാക്കി അങ്ങ് വെക്കുകയാണ്. കാരണം എപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതെടുത്ത് ചമ്മന്തി അരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലപോലെ വഴറ്റി, അതായത് നല്ലതായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് തണുത്തിട്ട് ഒരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കാവുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ആറാൻ വേണ്ടി വെക്കാം. നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ടല്ലേ അരയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. കൊഞ്ച് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. ഒരു 5-6 വറ്റൽമുളക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഞാനിപ്പോൾ ഒരു 7-8 അല്ലി കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളക് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുകയാണ്. പിന്നെ വറ്റൽമുളക് ചൂടാക്കി നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതല്ല വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ മുളക് പൊടിയില്ലേ, അത് ഉപയോഗിച്ചാലും മതിയായിരിക്കും. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. ഞാനിവിടെ അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ചെറിയ ഉരുള വാളംപുളി, നമ്മൾ പിഴിപുളിയില്ലേ, അതാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയാണ്. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതായത് തേങ്ങ നിങ്ങൾക്ക് അളവിനനുസരിച്ച് മാറ്റം വരുത്താം. കാരണം ഞാനിവിടെ അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഇനി നമ്മുടെ ഇഞ്ചി, വാളംപുളി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന വറ്റൽമുളകും കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി കൊഞ്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് അരമുറി തേങ്ങയായത് കാരണം നമുക്ക് ഒരു പിടി കൊഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം കൊഞ്ചിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു പിടി മാത്രമേ കൊഞ്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ ജാറിലിട്ട് നമുക്കിന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഉരുളയാക്കിയിട്ട് ചമ്മന്തി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കൊഞ്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യം തന്നെ ഇല്ല. അത്രയ്ക്കും വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.